വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഞാനിന്നൊരു ദോശയും ചട്നിയാണ് ഉദ്ദേശിക്കുന്നത്. ടൊമാറ്റോ ചട്നി, ഒരു ദോശ. അവന്മാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അത് ഉണ്ടാക്കാനായിട്ട് പോവാം. ഓക്കെ. അതിൻ്റെ മുന്നേ ഒരു മോർണിംഗ് വ്യൂ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് പോരി, മുറ്റത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ഇങ്ങോട്ട് പോരി. പോട്ടെ പോട്ടെ, എന്താണ് കയറി പോവാത്തേ? നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു സംഭവമാണ്. അതിന് ഇത്രയൊക്കെ സാധനം വേണ്ടത്: തേങ്ങ, ചെറിയ ജീരകം, ചീരുള്ളി. ഇതൊക്കെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചെറുങ്ങനെ ചതച്ചിട്ട് വരാം. നമുക്കത് ഒന്ന് അടച്ച് വെച്ചിട്ട് ചതച്ചെടുത്ത് വരാം. അപ്പോൾ ഗൈസ്, നമ്മളിതൊന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി അതവിടെ വെക്കട്ടെ, നമുക്കൊരു പരിപാടി ഉണ്ട്, അപ്പോൾ പറഞ്ഞുതരാം. നമ്മളിതൊക്കെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട്, അതൊന്നും അളവ് ഞാൻ പറയൂല, എനിക്കറിയില്ല. അതന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന അത്ര അതിക്ക് ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾ ഇടുക. ഓക്കെ, ഇത് മതിയോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അധികമൊന്നും വേണ്ട, കുറച്ച് കുറഞ്ഞാൽ സീനൊന്നും ഇല്ല. കറി വയ്ക്കുമ്പോൾ റെഡി ആയിക്കോളും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ചതച്ച് വെച്ച തേങ്ങയില്ലേ, അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതിലോട്ട് ചതച്ച് വെച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ദോശമാവ് പരുവം ആക്കിയെടുക്കുക, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നമ്മളിത് അതുപോലെ വെള്ളം മിക്സ് ചെയ്ത് പാകം മാവ് പരുവാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. പാത്രം ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് എണ്ണ തേച്ചെടുക്കണം. ഓക്കെ, പോകാം. അങ്ങനെ തേച്ച് കൊടുക്കുക. കുറച്ച് ചൂട് കൂടിപ്പോയി ഗൈസ്. ദോശ ചൂടിനെ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ദോശ കോളായിട്ടോ ഗൈസ്. കണ്ടോ ഇതേ അവസ്ഥ. ആക്കി മറ്റേ വെച്ച് എന്താ വെച്ചാൽ പാത്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല, ഒട്ടിപ്പൊടിച്ചിട്ട് ഞാൻ ഒരു വിധത്തിൽ അത് ചുട്ടെടുത്തത് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ദോശ കുളമായതുകൊണ്ട് ഞാൻ പിന്നെ തക്കാളി ചട്നി ഉണ്ടാക്കുക എന്നുള്ള കാര്യം ഞാൻ ഒഴിവാക്കി. ഇപ്പോൾ അവിടെ ഉള്ള നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു കറി ഉണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ ദോശ ചുടുന്നത് കാണിക്കാതിരുന്നത്. ഇത് കുളമായി ഗൈസ്. അപ്പോൾ ഞാനിത് കഴിക്കട്ടെ. ഓക്കെ. ഇവിടെ ജനാൽമ കയറുന്നത് പൊടിട്ടണേ. കിട്ടിയാൽ കുടിച്ചു. അപ്പോൾ ഗൈസ്, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ലുലുവിലാണ് കേട്ടുള്ളത്. വണ്ടിയുടെ വണ്ടി എനിക്ക് വേണത്, നമുക്ക് വാങ്ങണം കേട്ടോ. വണ്ടിൻ്റെ ഷൂ ഉണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും ഓളെ കുട്ടിയും എൻ്റെ കുട്ടി, അങ്ങനെ ഞങ്ങൾ നാലാളാണ് പോയത്. കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന്, പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച്. അത്ര വലിപ്പം ഉണ്ടാവില്ല.
ഒടുക്കത്തെ ചൂടായിരുന്നു കേസ്. അപ്പോൾ അതാ ഒരു മഴയും പെയ്യുന്നു. സന്തോഷമായി. എന്തൊരു ചൂടായിരുന്നു എന്നറിയാം. സഹിക്കാൻ കഴിയാതെ ഇരിക്കുമായിരുന്നു. കരണ്ടും പോയി. അപ്പോൾ അതാ മഴ. ഹായ്. പെട്ടെന്ന് ചൂടത്ത് മഴ പെയ്തപ്പോൾ നല്ല മണ്ണിൻ്റെ സ്മെല്ല്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സ്മെല്ല്. ഇഷ്ടപ്പെട്ട സ്മെല്ലാണ്. എനിക്കുണ്ട് സ്മെല്ല്. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തോടെ നിൽക്കുക. ആർക്കൊക്കെയാണ് ആ സ്മെല്ല് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യൂ. ലൈക്ക് മീ. ഓക്കെ. മഴ ഉണ്ടാക്കിയത് വീഡിയോയിൽ മഴ പെയ്തു ഗൈസ്. അപ്പം തന്നെ മഴ തോർന്നു. ഇപ്പോൾ വൈകുന്നേര സമയമായി. നമ്മൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. എന്നിട്ട് അത് അതിലോട്ടിടാം. ഇതിലോട്ട് ഇനി മാഗി ഇട്ട് കൊടുക്കാം ഗൈസ്. വെള്ളം. അപ്പോൾ ഗൈസ് ഇതാ നൂഡിൽസ് ഈ രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മാഗി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമുക്ക് വേറെ പരിപാടി വരും. ഇതിന് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് വേറെ പാത്രം വെച്ച് കൊടുക്കാം. ഈ പാത്രം ഒന്ന് ചൂടായി വരട്ടെ. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഓക്കെ. ഇത് മതിയാവും ഗൈസ്. കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് വാടി വരണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് വീട്ടിലുണ്ടായിട്ടുള്ള മല്ലിയിലാണ്. ഇതിന് പകരമാണെങ്കിൽ നമുക്ക് മല്ലിച്ചപ്പ് യൂസ് ചെയ്യാം, കടയിൽ കിട്ടുന്ന. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റാണ് കേട്ടോ. പക്ഷേ ഇതാണ് ഒന്നുകൂടി എനിക്കിഷ്ടം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഞാനിതിലോട്ട് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന വരെ. ഇത് ചിലപ്പോൾ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കരിഞ്ഞു പോയിരുന്നിട്ട് പൊടി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ 2 മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരണം. ഞാനുണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇഷ്ടം. ഞാൻ പല സമയത്ത് പല രൂപത്തിൽ ഉണ്ടാക്കാറുണ്ട്. എന്നും ഈ നൂഡിൽസൊക്കെ ഒരേ ടേസ്റ്റിൽ കഴിക്കുമ്പോൾ ഒരു രസമില്ലല്ലോ. അങ്ങനെ ഓരോ ഡിഫറെൻ്റായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളെ എരിവിനനുസരിച്ച് എരിവ് ആഡ് ചെയ്യണം കേട്ടോ. പച്ചമുളക് നല്ല എരിവുള്ള ആഡ് ചെയ്താൽ മുളക് പൊടി ഇടുമ്പോൾ നല്ല എരിവ് ഇട്ടാൽ എരിവ് ഇഷ്ടമില്ലാത്തവർക്കത് സെറ്റാവില്ല. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് ഇടുക. പിന്നെ കുരുമുളക് പൊടി ഇട്ടാൽ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച നൂഡിൽസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഗൈസ് ഞാൻ ഈ നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണത് രണ്ടും കൂടി. ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഗൈസ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി പോയി തിന്നുക. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.